സുവിശേഷത്തിൻ തെളിച്ചം മഹോന്നതമാത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 തിരുസുതന്റെ അമ്മേ കരുണയേകും തായേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവമാതാവേ തിരുസുതന്റെ അമ്മേ കരുണയേകും തായേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ മാതാവേ പാപികൾക്കാലംബമേ നിൻ സുതൻ തുണയേകുവാൻ പ്രാർത്ഥിക്കണേ, എന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ മാതാവേ പാപികൾക്കാലംബമേ നിൻ സുതൻ തുണയേകുവാൻ പ്രാർത്ഥിക്കണേ, എന്നും പ്രാർത്ഥിക്കണേ. ദൈവമാതാവേ തിരുസുതന്റെ അമ്മേ കരുണയേകും തായേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കല്യാണ വിരുന്നിൽ മക്കൾക്കായി പ്രവചിച്ച
പ്രവർത്തിച്ച മാതാവേ, കാനായിലെ കല്യാണ വിരുന്നിൽ മക്കൾക്കായി പ്രവർത്തിച്ച മാതാവേ, വീഞ്ഞില്ലാത്തോൽ കുടങ്ങളിൽ സ്നേഹത്തിൻ മധുരം നിറയ്ക്കണമേ. വീഞ്ഞില്ലാത്തോൽ കുടങ്ങളിൽ സ്നേഹത്തിൻ മധുരം നിറയ്ക്കണമേ. പ്രാർത്ഥിക്കണേ, എന്നും പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ, എന്നും പ്രാർത്ഥിക്കണേ. ദൈവമാതാവേ, തിരുസുതന്റെ അമ്മേ, കരുണയേകും തായേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കരുണ ചൊരിഞ്ഞ് മനസാൽ ദുഃഖം വഹിച്ചവളേ, കാൽവരിയിൽ കരുണ ചൊരിഞ്ഞ് മനസാൽ ദുഃഖം വഹിച്ചവളേ, സ്നേഹത്തണലിൽ തലോടലായി അമ്മേ എന്നും വരേണമേ. സ്നേഹത്തണലിൽ തലോടലായി അമ്മേ എന്നും വരേണമേ. പ്രാർത്ഥിക്കണേ, എന്നും പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ, എന്നും പ്രാർത്ഥിക്കണേ. ദൈവമാതാവേ, തിരുസുതന്റെ അമ്മേ, കരുണയേകും തായേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ മാതാവേ, പാപികൾക്കാലംബമേ, നിൻ സുതൻ തുണയേകുവാൻ പ്രാർത്ഥിക്കണേ, എന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ മാതാവേ, പാപികൾക്കാലംബമേ, നിൻ സുതൻ തുണയേകുവാൻ പ്രാർത്ഥിക്കണേ, എന്നും പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ, എന്നും പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ, എന്നും പ്രാർത്ഥിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസാർക്കുള്ള ഒന്നാം ലേഖനം 11-ാം അധ്യായത്തിന് 23 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളുടെ വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. 23-ാം വചനം ഇങ്ങനെയാണ്: കർത്താവിൽ നിന്ന് എനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടതും എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നതുമായ കാര്യം ഇതാണ്. കർത്താവായ ക്രിസ്തു താൻ ഒറ്റയ്ക്ക് കിടക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ ശരീരമാണ്. ഇത് ഭക്ഷിക്കുമ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. അനന്തരം പാനപാത്രത്തിൽ വീഞ്ഞെടുത്തിട്ട് അവിടുന്ന് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ.
തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ അപ്പം ഭക്ഷിക്കുകയും ഈ രക്തം കുടിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ, രണ്ടാമത്തെ ആഗമനം വരെ നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് സൂചന? യേശു അപ്പമായി മാറി, അവിടുന്ന് രക്തമായി മാറി. അങ്ങനെ അപ്പവും രക്തവും നമുക്ക് നൽകുമ്പോൾ, ആ ശരീരവും രക്തവും നമുക്ക് നൽകുമ്പോൾ, അവിടെ നമുക്ക് വേണ്ടി മരിച്ച് ഉദ്ധിതനായി മാറി രണ്ടാമത്തെ ആഗമനം വരെ നമ്മൾ തുടരണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം സമർപ്പണമെന്നാണ്. യേശു നമുക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട പിതാവിൻ്റെ ഏറ്റവും വലിയ ദാനമാണ്. യേശു ഈ ഭൂമിയിൽ വന്നത് നമുക്ക് വേണ്ടി തന്നെ സമർപ്പിക്കാനാണ്. അതുകൊണ്ടാണ് ഒരു ശൂന്യവൽക്കരണം പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 4 തുടങ്ങി വായിക്കും പഠിപ്പിക്കുന്നുണ്ട്. ദൈവമായിരുന്നിട്ടും അവ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ ആകൃതി കാണപ്പെട്ട് മരണത്തോളം, അതേ കുരിശ് മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് പിതാവായ ദൈവം അവൻ ഉയർപ്പിച്ച് എല്ലാ നാമങ്ങളെക്കുപരിയായ നാമം നൽകി. അത് ഈ ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടക്കപ്പെടുന്നതിനും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അവൻ്റെ നാമം ഏറ്റുപറയുന്നതിനും വേണ്ടിയിട്ടാണ്. ശൂന്യവൽക്കരണം കെനോസിസ് എന്ന ഗ്രീക്കിൽ പറയും. യേശു ദൈവമായിരുന്നിട്ടും മനുഷ്യരൂപത്തിലേക്ക് ഇറങ്ങി വന്നു. ശൂന്യവൽക്കരണം, ശൂന്യതയിലേക്ക് ഇറങ്ങി സ്വയം ശൂന്യവൽക്കരിച്ചു. ഈ ശൂന്യവൽക്കരിച്ചത് കർത്താവ് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവിടുന്ന് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകം പേരുടെ ജീവിതങ്ങൾക്ക് വേണ്ടി സ്വജീവൻ ഒരു മോചന ദ്രവ്യമായി സമർപ്പിക്കാനും വേണ്ടിയിട്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഡയക്കോണിയ, ഡീക്കൻ, ശുശ്രൂഷകൻ. ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, അനേകം പേരുടെ ജീവിതങ്ങൾക്ക് ഒരു മോചന ദ്രവ്യമായി സ്വജീവൻ സമർപ്പിക്കാൻ. അങ്ങനെ ശുശ്രൂഷയുടെ പ്രേക്ഷിതനായിട്ടാണ് യേശു ഇറങ്ങി വരുന്നത്. ഇനി എന്തിനാണ് യേശു ശുശ്രൂഷിച്ചത്? യേശു ശുശ്രൂഷിക്കുന്നത് നമ്മളൊപ്പമായിരിക്കാൻ വേണ്ടിയിട്ടാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23 വായിക്കുന്നുണ്ടല്ലോ, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ. കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ കൂടെ ആയിരിക്കണമെന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20 നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഐ വിൽ ബി വിത്ത് യു ടിൽ ദ എൻഡ് ഓഫ് ദിസ് വേൾഡ്. ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നമ്മോടൊപ്പമായിരിക്കാൻ, കൂടെയായിരിക്കാൻ വേണ്ടി ഈശോ കണ്ടുപിടിച്ച മാർഗമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. സമർപ്പണം, കമ്മ്യൂണിയൻ, കൂടെയായിരിക്കുക, കൂട്ടായ്മയിലായിരിക്കുക, മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ലോകാവസാനം വരെ. അതിനാണ് കൊയിനൂണിയ, കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ യേശുവിനെ സ്വീകരിക്കുന്നു. യേശു ഞാനും അവിടെ ഒന്നായി മാറുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് കണ്ടുപിടിച്ച മാർഗമാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 31 തുടങ്ങി വായിക്കുമ്പോൾ ഈ പ്രവചനത്തിൻ്റെ പൊരുൾ നമുക്ക് ലഭിക്കും. ഈ കുർബാനയുടെ യാഥാർത്ഥ്യത്തിൻ്റെ മർമ്മം ലഭിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ജെറമിയ 31-ന്റെ 31 തുടങ്ങി വായിച്ചപ്പോഴാണ്. അവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരുമായി ഒരു ഉടമ്പടി ചെയ്തു, ആ ഉടമ്പടി പിതാക്കന്മാർ ലംഘിച്ചു, അതുകൊണ്ട് ഞാൻ പുതിയൊരു ഉടമ്പടി ചെയ്യുന്നു. കൽഫലകൾ എഴുതിയ ഉടമ്പടി. 10 പ്രമാണം സീനായ് മലയിൽ വെച്ച് മോശയ്ക്ക് കൽഫലകളിൽ കൊത്തിക്കൊടുത്തു. 2 കൽഫലകകളിൽ 5 കൽപ്പന വീതം 10 പ്രമാണം കൊത്തി നൽകി. കല്ലിൽ കൊത്തിയാൽ അത് തേഞ്ഞുമാഞ്ഞു പോകില്ല. ദൈവം ആഗ്രഹിക്കുന്നു ഇത് നിത്യം നിലനിൽക്കണം. പക്ഷേ 10 പ്രമാണം കല്ലിൽ കൊത്തിക്കൊടുത്ത് മോശ വഴി ജനത്തിന് നൽകിയെങ്കിൽ ആ ഉടമ്പടി അവർ ലംഘിച്ചു. അതിൻ്റെ വേദനയൊക്കെയാണ് യേശയ്യ 1:2 കാണുന്നത്. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ കാള യജമാനനെ അറിയുന്നു, കഴുത യജമാനന്റെ തൊഴുത്തറിയുന്നു, ഏനജനം എന്നെ അറിയുന്നില്ല. കാള പോലും കഴുത പോലും യജമാനനെ അനുസരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നാൽ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല, എന്നെ അനുസരിക്കുന്നില്ല. ജനം വഴിപിഴച്ചു പോയിരിക്കുന്നു. ജെറമ്യാ 2:13-14 വായിക്കുന്നില്ലേ? എൻ്റെ ജനം 2 തെറ്റു ചെയ്തു. ഒന്ന്, യഥാർത്ഥ ഉറവയായി എന്നെ ഉപേക്ഷിച്ചിട്ട് ജലം തരാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകളെ അഭയം പ്രാപിച്ചു. രണ്ടാമത്തേത് പൊട്ടക്കിണറുകളെ അഭയം പ്രാപിക്കുന്നതാണ്. ഒന്ന്, യഥാർത്ഥ ഉറവയെ ഉപേക്ഷിക്കുന്നതാണ്.
അങ്ങനെ യഥാർത്ഥ കൃപയെ ഉപേക്ഷിച്ച് ജലം തരാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകളെ അഭയം പ്രാപിച്ച ജനം ഈ കൽപ്പന ലംഘിച്ചതിൻ്റെ വ്യക്തമായ സൂചന ഇവിടെ ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ജെറമ്യ 31 തുടങ്ങി വീണ്ടും വായിക്കും, ഞാൻ പുതിയ ഉടമ്പടി ചെയ്യുന്നു, ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്നു. അത് കൽഫലകളിലല്ല, അത് പേപ്പറിലല്ല, മഷി കൊണ്ടല്ല, പേന കൊണ്ടല്ല, ഹൃദയഫലകങ്ങളിൽ എഴുതും, ഉള്ളിൽ നിക്ഷേപിക്കും. ഹൃദയഫലകങ്ങളിൽ എഴുതി ഉള്ളിൽ നിക്ഷേപിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ഇതിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ യോഹന്നാൻ സുവിശേഷം. യോഹന്നാൻ 14 വായിക്കുന്നു, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. വചനം വചനമായി നിൽക്കുകയല്ല, വാചകമായി നിൽക്കുകയല്ല, അതൊരാശയമായി നിൽക്കുകയല്ല, ആശയം ആവിഷ്കരിക്കപ്പെടുകയാണ്, അത് മാംസമായി മാറുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ പറ്റുന്ന രീതിയിൽ വചനത്തെ അവിടുന്ന് മാംസം ധരിപ്പിക്കുന്നു. അതാണ് മനുഷ്യാവതാരം. മനുഷ്യരൂപം സ്വീകരിച്ചു, മനുഷ്യനായി വന്നു, മാംസമായി വന്നു. മാംസം എന്ന് പറയുമ്പോൾ ഭക്ഷണമാണ്. ദൈവം ഭക്ഷണമായി മാറുകയാണ്. ഭക്ഷണം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ്. മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, അടുപ്പിക്കുന്നത് ഭക്ഷണമാണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൻ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നു, 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കുടുംബം ഒന്നിച്ച് മുന്നോട്ട് പോകും. ഭാര്യാഭർത്തൃ ജീവിതം, മക്കൾ മാതാപിതാക്കൾ ജീവിതം. 1, ഒരുമിച്ച് ഭക്ഷിക്കണം. ആ ഭക്ഷണ പശ്ചാത്തലത്തിൽ ഒന്നിച്ച് ചിരിക്കണം. ഭക്ഷണം നമ്മളെ ഒരുമിപ്പിക്കുന്നതാണ്, സന്തോഷിപ്പിക്കുന്നതാണ്. ഒപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, ഒരുമിച്ച് ഭക്ഷിച്ച്, ഒരുമിച്ച് സന്തോഷിച്ച്, ഒരുമിച്ച് ചിരിച്ച്, ആ കൂട്ടായ്മ പ്രാർത്ഥനാ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കുടുംബം അത് പറന്നുയരുന്നത്, രക്ഷ പ്രാപിക്കുന്നത്. ഇപ്പം ഭക്ഷണത്തിന് പ്രസക്തിയുണ്ട്. അവിടെ വിട്ടുഷീനൊക്കെ പറഞ്ഞത് ഒരുമിച്ച് ഭക്ഷിക്കണം. കർത്താവ് ഭക്ഷണമായി മാറി. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ഒരു ഭക്ഷണ പശ്ചാത്തലമുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ഭക്ഷണ ശുശ്രൂഷ നിർവഹിച്ചിട്ടാണ് കർത്താവ് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. ഒരു 3 ഉദാഹരണം പറയാം. 1, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 31 തുടങ്ങി വായിക്കുക. ശിഷ്യന്മാരെ എന്തിന് തിരഞ്ഞെടുത്ത് കർത്താവ് പഠിപ്പിക്കുന്നത് ഭക്ഷണ പശ്ചാത്തലത്തിലാണ്. മർക്കോസ് 6:31 തുടങ്ങി വായിക്കുമ്പോൾ അവർക്ക് വിശ്രമിക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, വരുവിൻ നമുക്കല്പം വിശ്രമിക്കാം, വരുവിൻ നമുക്കല്പം വിശ്രമിക്കാം. അപ്പസ്തോലന്മാർ വഞ്ചിയിൽ കയറി, കർത്താവും കയറി, ജനക്കൂട്ടം ഇതറിഞ്ഞ് കരയിലൂടെ ഓടി ഗലീൽ തടാകത്തിൻ്റെ തീരത്തെത്തി, മറുകരയിലെത്തി. അപ്പസ്തോലന്മാരും കർത്താവും ചെല്ലുമ്പോൾ 5000 പുരുഷന്മാർ, സ്ത്രീകൾ കുട്ടികൾ വേറെ. കർത്താവ് വചനം പറയാൻ തുടങ്ങി. പക്ഷെ വചനം പറഞ്ഞ് സായാഹ്നമായി. അപ്പസ്തോലന്മാർ ഇടപെട്ടു, തടസ്സം പറഞ്ഞു. ഈ സ്ഥലം വിജനമാണ്, സമയം സന്ധിയാണ്, സാമ്പത്തികമില്ല ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ. അതുകൊണ്ട് ഇവരെ പറഞ്ഞു വിടുക, വഴിസൈഡിൽ തളർന്ന് വീഴാതെ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കട്ടെ. കർത്താവ് നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം അപ്പസ്തോലന്മാർ എന്തിന് തിരഞ്ഞെടുത്തു എന്ന് കർത്താവ് പഠിപ്പിച്ചത് ഇവിടെയാണ്. അവർ പറഞ്ഞ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, എങ്കിലും നോക്കി 5 അപ്പവും 2 മീനും ഉണ്ട്. ഒരു പിക്നിക് ലഞ്ച് പോലെ 5 അപ്പവും 2 മീനും എടുക്കാൻ കർത്താവ് പറഞ്ഞു. അവരുടെ അടുത്ത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. കർത്താവ് അത് വാഴ്ത്തി, കൃതജ്ഞതാസ്തോത്രം അർപ്പിച്ചു, വാഴ്ത്തി നല്ലത് പറഞ്ഞു, മുറിച്ചു. പഠിപ്പിക്കാൻ അപ്പസ്തോലന്മാർ നിങ്ങൾ ഇതുപോലെ മുറിക്കാനുള്ളതാണ്. മുറിച്ച് വിളമ്പാൻ അവരെ ഏൽപ്പിച്ചു. അവർ വിളമ്പാൻ തുടങ്ങി. വിളമ്പും തോറും വർദ്ധിച്ചു കൊണ്ടിരുന്നു. അപ്പം മുറിഞ്ഞതനുസരിച്ച്, ചെറുതാകുന്നതനുസരിച്ച് ആ മുറിവിലൂടെ ജീവൻ വരാൻ തുടങ്ങി. അങ്ങനെ ജീവൻ വെച്ച് 5000 പുരുഷന്മാർ കഴിച്ചു, സ്ത്രീകളും കുട്ടികളും കഴിച്ചു. 12 കൊട്ട നിറയെ മിച്ചം വന്നു. 12 കൊട്ട നിറയെ. ഓരോ അപ്പസ്തോലിനും ഓരോ കൊട്ട നിറയെ അപ്പം കൊണ്ടുപോകാൻ സാധിച്ചു. അവർക്ക് മനസ്സിലായി, മുറിഞ്ഞാൽ, ചെറുതായാൽ, വിഭജിക്കപ്പെട്ടാൽ നഷ്ടമല്ല, ലാഭമാണ്. 1ന് 10, 100, 1000, 10000 ഒക്കെയായി അത് വർദ്ധിച്ചു വലുതാകുകയാണ്. വെറും 5 അപ്പവും 2 മീനും 5000 പുരുഷന്മാർ, സ്ത്രീകളും കുട്ടികളും കഴിച്ച് തൃപ്തി വന്നിട്ട് 12 കൊട്ട നിറയെ മിച്ചം വന്നെങ്കിൽ കർത്താവ് പഠിപ്പിച്ചു ഭക്ഷണ പശ്ചാത്തലത്തിൽ അപ്പസ്തോലന്മാർ ഇതുപോലെ മുറിയാൻ വേണ്ടിയിട്ടാണ്. അവർ മുറിയുന്നത് ലാഭകരമാണ്. ജനം മുഴുവനും സന്തോഷത്തിലേക്ക് കടന്നു വരും. രണ്ടാമത്തെ ഒരു കർത്താവിൻ്റെ പഠനം മത്തായി 9-ാം അധ്യായത്തിൽ 9 മണി വായിക്കുമ്പോൾ കിട്ടും. എന്തിനാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്? പൊതുജനത്തെ പഠിപ്പിക്കുകയാണ്. ആദ്യത്തെ അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചു, ഇനി പൊതുജനത്തെ പഠിപ്പിക്കുന്നു. എന്തിനാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്? സ്വർഗം വിട്ട് ശൂന്യവൽക്കരണം പറഞ്ഞല്ലോ, ഡൈക്കോണിയ ശുശ്രൂഷ പറഞ്ഞില്ലേ, കൊയിനൂണിയ കമ്മ്യൂണിയൻ. എന്തിനാണ് കർത്താവ് വന്നത്? മത്തായിയുടെ വീട്ടിൽ കർത്താവ് എത്തുന്നു. ചുങ്കസ്ഥലത്ത് വെച്ച് മത്തായിയെ ക്ഷണിക്കുന്നു, നീ എന്നെ അനുഗമിക്കുക. മത്തായി ചുങ്കം പിരിവ് നിർത്തി കർത്താവിന് പിന്നാലെ കൂടി. മത്തായിയുടെ ഒപ്പം കർത്താവ് മത്തായിയുടെ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നത് കേട്ടപ്പോൾ ചുങ്കക്കാരും പാപികളും ഓടിക്കൂടി. കർത്താവ് അവർക്ക് ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ
പരിസേയരും നിയമജ്ഞരും വന്ന് വിമർശിച്ചു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നു, ഇവൻ പാപികളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. അവിടെയാണ് സുവിശേഷത്തിൻ്റെ സദ്വാർത്തയുടെ വലിയ ഇതിവൃത്തം വരുന്നത്. ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് നമുക്കറിയാലോ, അത് ഉൽപ്പത്തി പുസ്തകം 3:15. ഉൽപ്പത്തി പുസ്തകം 3:15 ഈ ലോകത്തിലെ ഏറ്റവും വലിയ സദ്വാർത്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. നീയും സ്ത്രീയും തമ്മിലും സ്ത്രീയുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. അങ്ങനെ പർദീസായിൽ നുഴഞ്ഞു കയറി മനുഷ്യനെ ഛിന്ന ഭിന്നമാക്കിയ സർപ്പത്തിൻ്റെ പാമ്പിൻ്റെ തല തകർത്തുകൊണ്ട് മനുഷ്യരെ രക്ഷിക്കാൻ മനുഷ്യപുത്രൻ വരുമെന്നുള്ള വലിയ വാഗ്ദാനം, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. അങ്ങനെ പാപത്തിൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതിയായി മരണമേ നിന്റെ മുള്ളെവിടെ, മരണമേ നിന്റെ വിജയം എവിടെ എന്ന് ചോദിച്ചിട്ട് ആ മരണത്തിൻ്റെ മുള്ളിനെ തരിപ്പണമാക്കിക്കൊണ്ട് യേശു ഉദ്ധാനം ചെയ്തു എന്നൊക്കെ 1 കൊരിന്തോസ് 15-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. മരണമേ നിന്റെ വിജയം എവിടെ, മരണമേ നിന്റെ ദംശനം എവിടെ, മരണമേ നിന്റെ മുള്ളെവിടെ. അങ്ങനെ ഉദ്ധിതനായ ക്രിസ്തു മരണത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് വിജയശീലാളിതനായി മാറിയെങ്കിൽ യേശു വന്നത് പാപിയെ രക്ഷിക്കാനാണ്, രക്ഷകൻ. യോഹന്നാന്റെ 1-ാം ലേഖനം 29-ാം തിരുവചനത്തിൽ വായിക്കുന്നു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ലോകത്തിൽ, അതാണ് യേശുവിന്റെ പ്രസക്തി, വ്യതിരക്തത, യുണീക്ക്നെസ്. അവന് മാത്രമേ പാപം മോചിക്കാൻ അധികാരമുള്ളൂ. അവൻ പാപങ്ങൾ ഏറ്റെടുക്കാൻ വന്നവനാണ്. ഈ ഇതിവൃത്തം, ഈ ബൈബിളിന്റെ ആ മർമ്മം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്, നീതിമാന്മാരെ തേടിയല്ല. രോഗികൾക്കാണ് വൈദ്യനേക്കൊണ്ട് ആവശ്യം, ആരോഗ്യമുള്ളവർക്കല്ല. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് കരുണയ്ക്കുള്ളിലെ കരുണ എന്നൊക്കെയാണ് തോമസ് മർട്ടിനെ ഇപ്പോൾ കർത്താവിനെ വിളിക്കുന്നത്. മേഴ്സി വിതിൻ മേഴ്സി, കരുണയ്ക്കുള്ളിലെ കരുണയായി കർത്താവ് കടന്നു വരുന്നത് നീതിമാന്മാരെ തേടിയല്ല, ആരോഗ്യമുള്ളവന്മാരെ തേടിയല്ല, വെറുതെ ബലി അർപ്പിച്ചുകൊണ്ട് ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അതിനുള്ളിൽ കരുണ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബൈബിളിൻ്റെ ഇതിവൃത്തം, രക്ഷയുടെ സദ്വാർത്ത കർത്താവ് പുതിയ അവതരിപ്പിച്ചത് ഭക്ഷണ പശ്ചാത്തലത്തിൽ. മത്തായിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ പത്രോസിനെ സഭയുടെ അധികാരിയായി, അതിൻ്റെ അടിത്തറ ആണിക്കല്ലായി നിയമിക്കുന്നതും ഭക്ഷണ പശ്ചാത്തലത്തിൽ. യോഹന്നാൻ സുവിശേഷം 21-ാമത്തെ അധ്യായം മുഴുവൻ വായിക്ക്. അപ്പസ്തോലന്മാർ 7 പേരെ ഉപേക്ഷിച്ചു പോയി, മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. നേരം പുലരാറായപ്പോൾ ഉഷസാകുന്നതിന് മുമ്പ് കർത്താവ് അവരെ കാത്ത് കടൽക്കരയിൽ. അവരോ നിരാശരായി, ദുഃഖിതരായി, വിശപ്പും ദാഹവും കൊണ്ട് നിറഞ്ഞ് ഒന്നും കിട്ടാതെ ഒട്ടിയ വയറും കുഴിഞ്ഞ കണ്ണുമായി ഗിരിതടാക തീരത്ത്, കടൽ തീരത്ത് ശൂന്യത നിൽക്കുമ്പോൾ നേരം പുലരുന്നതിന് മുമ്പ് ഇതാ കർത്താവ് അവരെ കാത്തു ചെന്നു, അന്വേഷിച്ചു ചെന്നു. അവൻ അവരെ തിരിച്ചറിഞ്ഞില്ല. കാരണം നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. തിരിച്ചറിഞ്ഞില്ല. പക്ഷെ വിളിച്ചു, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വലുതും കിട്ടിയോ? കിട്ടിയില്ല. ഉത്തര മനോഹരമായിരുന്ന വെളിയുടെ മാസ്മരികത, ആ സ്നേഹത്തിൻ്റെ ഒരു അടുക്കള ഭാഷ, ഒരു മാതൃഭാഷ. കുഞ്ഞുങ്ങളെ വലുതും കിട്ടിയോ? കിട്ടിയില്ല. വലതുവശത്ത് വലയിട്. അനുസരിച്ചു, വലയിട്ടു. 153 വലിയ മത്സ്യങ്ങൾ, വല നിറയെ, വല കീറിപ്പോകത്തക്ക ലെവലിൽ വല നിറഞ്ഞു. അപ്പോൾ യോഹന്നാൻ കർത്താവാണ്. യോഹന്നാന് ഹൃദയത്തിൻ്റെ ഭാഷ, ഒരു മാതൃത്വത്തിൻ്റെ ഭാഷ. അപ്പം മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവത്തിൽ അമ്മയും അപ്പനുമുണ്ട്, ആ സ്നേഹവികാരങ്ങളുണ്ട്, ആ സ്നേഹത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. അതവിടെ കരകവിഞ്ഞൊഴുകുന്നു. അത് യോഹന്നാൻ മനസ്സിലാക്കി മാറോട് ചേർന്നിരുന്നവനാണ്. അവിടെ യോഹന്നാൻ കർത്താവാണ്. കണ്ടിട്ടില്ല നേരിട്ട്, പ്രവൃത്തിയിലൂടെ. വൃക്ഷത്തെ ഫലം കൊണ്ടറിയാം. വിളിച്ചു കൂവണ്ട, പ്രചരിപ്പിക്കേണ്ട, വൃക്ഷത്തെ ഫലം കൊണ്ടറിയാം. ഫലം കണ്ടിട്ട് യോഹന്നാൻ കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് എടുത്തിയാടി. കരയിലെത്തി വരുമ്പോൾ തീ കൂട്ടിയിരിക്കുന്നു, മീനും വെച്ചിരിക്കുന്നു, അപ്പവും വെച്ചിരിക്കുന്നു. അപ്പമാണവൻ, അപ്പം വെച്ചിരിക്കുന്നു. അവർ പിടിച്ചത് കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. പാവങ്ങളെ വഴക്ക് പറയുന്നില്ല, അവരെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങളും പിടിച്ചത് കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞ് കർത്താവ് അവർക്ക് അപ്പം എടുത്തു കൊടുത്തു. ആ മീനും എടുത്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ അടയാളമാണ്, സ്നേഹത്തിൻ്റെ ഭാഷയാണ്. TLC, ടെൻഡർ ലവ് ആൻഡ് കെയർ. സ്നേഹവും കരുതലും വെറുതെ പ്രകടിപ്പിച്ചാൽ പോരാ. കരിക്ക് പരുവത്തിൽ ടെൻഡർ കോക്കനട്ട്,
കരിക്ക് പരുവത്തിൽ അത് ഏത് രോഗിക്കും, പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞവർക്കും അത് വളരെ അനായാസകരമായി അനുഭവിക്കാൻ പറ്റും. കരിക്ക് പരുവത്തിൽ കർത്താവ് സ്നേഹിച്ചു. എടുത്തു കൊടുക്കുക എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ വലിയൊരു പ്രകടനമാണ്, ലാളിത്യത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ അടയാളമാണ്. അവൻ എടുത്തു കൊടുത്തു. അവിടെ നിറഞ്ഞത് ഹൃദയമാണ്, വയറല്ല നിറഞ്ഞത്. എന്നിട്ട് ചോദിച്ചു പത്രോസിനോട്, ഇനി നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹം ലഭിച്ച പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റെ ആടുകളെ മേയ്ക്ക്. വീണ്ടും ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, സ്നേഹിക്കുന്നു, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക്. പ്രിയമുള്ളവരെ, വീണ്ടും ഈ ഹൃദയത്തിൻ്റെ ഭാഷയിൽ മടുപ്പില്ല, സ്നേഹത്തിൻ്റെ ഭാഷയ്ക്ക് മടുപ്പില്ല. എത്ര ആവർത്തിച്ചാലും ക്ഷീണമില്ല. വീണ്ടും ചോദിച്ചു, സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, നിനക്കെല്ലാം അറിയാമല്ലോ, നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ് ഞാൻ. വലയും വഞ്ചിയും ഇനി ഉപേക്ഷിക്കാം, എൻ്റെ മറ്റെല്ലാവരെയും ഉപേക്ഷിക്കാം, ജീവൻ പോലും ഉപേക്ഷിച്ച് ഞാൻ നിന്നെ അനുഗമിക്കാം. നീ എൻ്റെ ആടുകളെ മേയ്ക്ക്, കുഞ്ഞാടുകളെ മേയ്ക്ക്. പത്രോസിനെ മാർപ്പാപ്പയായി ഈ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ്. അപ്പം കൊടുത്ത് ഹൃദയം നിറച്ചിട്ടാണ് സ്നേഹം നൽകിയ അപ്പത്തിൻ്റെ ഭാഷയിൽ. അതാണ് ലൂക്കാ സുവിശേഷകൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 22 തുടങ്ങിയൊക്കെ വായിക്കുക. നമ്മളവിടെ കാണുന്നുണ്ടല്ലോ പൗലോസ്ലീഹ പറഞ്ഞ ആ കാര്യം. അവൻ അപ്പമെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ ശരീരം. കാസയിൽ വീഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം. അവിടുത്തെ ജീവൻ അവിടുന്ന് അപ്പത്തിൻ്റെയും രക്തത്തിൻ്റെയും രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ത്രിത്വത്തിൽ രണ്ടാമത്തെ ആടമ ലെവലിൽ, അതുപോലെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വചനം മാംസം ധരിച്ച് മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് മൂന്നാമത്തെ ലെവലിൽ അവിടുന്ന് ഇന്നും ജനിച്ചുകൊണ്ടിരിക്കുന്നു അപ്പത്തിൻ്റെ രൂപത്തിൽ. കുർബാനയിൽ സമർപ്പണം. അവിടത്തേക്ക് പോകാൻ താല്പര്യമില്ല, ശരീരം വെടിഞ്ഞു കുരിശിൽ, പക്ഷെ അരൂപിയിൽ ആത്മാവിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ യേശു ഇന്ന് സഭയിൽ, കുർബാനയിൽ, സക്രാരിയിൽ നമ്മുടെ മുമ്പിൽ ഇന്നും ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ സ്നേഹത്തിന് ശക്തി കിട്ടണമെങ്കിൽ ഈ അപ്പം ഭക്ഷിക്കണം, ഈ രക്തം കുടിക്കണം, ധ്യാനിക്കണം. അങ്ങനെ കുർബാനയിലൂടെ ഈ സമർപ്പണത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെയും യഥാർത്ഥ സഹനത്തിൻ്റെയും ഒക്കെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ അപ്പസ്തോലൻ പറയും പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ പ്രചോദിപ്പിക്കുന്നു. ഈ സ്നേഹത്താൽ പ്രചോദിതരായി മാറാൻ, കുർബാന കേന്ദ്രീയ ജീവിതം നയിക്കാനായി നമുക്ക് ആഗ്രഹിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. നല്ല ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ഏറ്റവും വലിയ സമർപ്പണം അപ്പത്തിൻ്റെ രൂപം സ്വീകരിക്കൽ. അതിനുവേണ്ടി കുരിശിലങ്ങ് ജീവൻ വെടിഞ്ഞു, അപ്പത്തിലേക്ക് അങ്ങ് ഇറങ്ങി വന്നു. അങ്ങ് വീഞ്ഞിൽ രക്തമാക്കി മാറ്റി തന്നു. അത് ഭക്ഷിച്ചും പാനം ചെയ്തും ശക്തി ആർജിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന